ആലപ്പുഴ പുലയംവഴി മാർക്കറ്റ് മാറ്റിസ്ഥാപിക്കുക, പുലയംവഴി മാർക്കറ്റിലെ മത്സ്യത്തൊഴിലാളികളെയും കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് PDP മുല്ലാത്ത് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. 100 വർഷം പഴക്കമുള്ള പുലയംവഴി മാർക്കറ്റ് ജനുവരി 1 വരെ മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന കോടതി നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ഇടപെട്ട് മത്സ്യത്തൊഴിലാളികളെയും കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കണം എന്നതാണ് പ്രധാന ആവശ്യം. നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ കൗൺസിലർ P. രതീഷ് ഉദ്ഘാടനം ചെയ്തു. PDP അമ്പലപ്പുഴ മണ്ഡലം സെക്രട്ടറി നൌഷാദ്, PTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗഫൂർ കോയമോൻ, PDP ആലപ്പുഴ ടൗൺ സെക്രട്ടറി ഹാരിസ് കോയക്കുട്ടി, ഹാഷിം മുല്ലാത്ത്, ഷിഹാബ് മുല്ലാത്ത് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ക്യാൻസർ അടക്കം ബാധിച്ച അമ്മച്ചിമാരടക്കമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തൊഴിൽ പുനരധിവാസ സംവിധാനങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരു ദുഷ്കരമായ കാര്യമാണ്. നമുക്കറിയാം, അങ്ങനെ ഒരു മാർക്കറ്റ് അടച്ചുപൂട്ടുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കേണ്ട അവകാശം ഇവിടുത്തെ ഓരോ ഭരണകൂടത്തിനുമുണ്ട്. അത് സംസ്ഥാന ഗവൺമെന്റിനുണ്ട്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും. ഇവിടെ ആലപ്പുഴ നഗരസഭ ഭരിക്കുന്നത് നമുക്കറിയാം. ആലപ്പുഴ നഗരസഭ ഭരിക്കുന്നവരാണ് കേരളത്തിലെ തൊഴിലാളി വർഗത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ ഒരു പാർട്ടിയാണ്. നമുക്കറിയാം, തൊഴിലാളികളുടെ സംരക്ഷണമാണ് അവരുടെ പ്രധാന മുദ്രാവാക്യം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മുദ്രാവാക്യം വെച്ചു പുലർത്തുന്ന ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഭരണ സംവിധാനം ഭരിക്കുന്ന ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഇവിടുത്തെ സാധാരണക്കാരായ അമ്മമാരെയും അച്ഛന്മാരെയും അവരുടെ പുനരധിവാസത്തിനും അവരുടെ ജോലി സംരക്ഷണത്തിനും തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അവകാശമുണ്ട്.